അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പലർക്കും റമദാൻ കൊയ്ത്തുകാലമാണ്. കൃത്രിമ വിലക്കയറ്റവും ചൂഷണവുമെല്ലാം അവർക്ക് വെറും സ്വാഭാവികം മാത്രം. പട്ടിണിയുടെ മാസമെന്ന് പറയുന്നുവെങ്കിലും പലർക്കും ഇത് കൂടുതൽ പള്ള നിറയ്ക്കാനുള്ള സുവർണാവസരമാണ്. അതുകൊണ്ടായിരിക്കാം റമദാനിൽ ചെലവേറുന്നതും വിഭവങ്ങൾ തികയാതെ വരുന്നതും. പകൽ പട്ടിണി കിടന്നതിൻ്റെ പ്രായശ്ചിത്തമെന്നോണം രാത്രിയിൽ എന്തും വാരി വലിച്ച് അകത്താക്കാനുള്ള ആർത്തിയും ആവേശവും യുവതയെയും കൗമാരത്തെയും വലിയ അപകടങ്ങളിൽ എത്തിക്കുന്നു. വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണം രുചി പോരാത്തതിൻ്റെ പേരിൽ കേരളീയർ ഫാസ്റ്റ് ഫുഡുകളിൽ അഭയം തേടാൻ തുടങ്ങിയപ്പോൾ ഇവിടെ തടിച്ചു കൊഴുത്തത് ഹോസ്പിറ്റലുകളും കുത്തക കമ്പനികളുമാണ്. കേരളീയൻ്റെ ശരാശരി വരുമാനത്തിൻ്റെ ഏറിയ പങ്കും ഹോസ്പിറ്റലുകളിൽ ചെലവഴിക്കപ്പെടുന്നു എന്ന് വരുമ്പോൾ പലപ്പോഴും നാം രോഗം വിലയ്ക്ക് വാങ്ങുന്നുവെന്ന സത്യം ഒരിക്കലും നാം വിസ്മരിച്ചുകൂടാ. റമദാനിൽ കൂണുപോലെ മുളച്ചു പൊന്തുന്ന ചില കൂടാരങ്ങളുണ്ട്. വർണ്ണാഭമായ തോരണങ്ങളുടെയും കാതടപ്പിക്കുന്ന മ്യൂസിക്കുകളുടെയും അകമ്പടിയിൽ ന്യൂ ജനറേഷനെ ആകർഷിക്കാനുള്ള ചില പൊടിക്കൈ കേന്ദ്രങ്ങൾ. വിവിധ വർണ്ണങ്ങളിലുള്ള പാനീയങ്ങളും മിശ്രിതങ്ങളും ആർത്തിയോടെ വാങ്ങി അകത്താക്കുമ്പോൾ തിരിച്ചറിയാതെ പോകുന്ന ചില സത്യങ്ങളുണ്ട് സഹോദരന്മാരെ. ഡയാലിസിസ് രോഗികളുടെയും ക്യാൻസർ രോഗികളുടെയും എണ്ണം അതിഭയാനകമായ വിധം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. വായയ്ക്ക് രുചി തോന്നുന്ന ഇത്തരം കെമിക്കലുകൾ തീരാ ദുരിതങ്ങളിലെത്തിക്കുന്നു. ഒരിക്കലും നാം ഈ സത്യം മറന്നു പോകരുത്. ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത്. അത് കഷ്ടമെങ്കിൽ മറ്റെന്തും നഷ്ടമാണ്. ശോഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല, തീർച്ച. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.